സഞ്ജുവിന്റെ കൂടുമാറ്റമാണ് കായിക ലോകത്തെ പുതിയ ചർച്ച. രാജസ്ഥാൻ വിടാൻ സഞ്ജു തീരുമാനമെടുത്തതായി ഉറപ്പിച്ചാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ചാണ് ചർച്ച. ചെന്നൈ അല്ലെങ്കിൽ കൊൽക്കത്ത എന്നുള്ളതാണ് സാധ്യത. ഏതായാലും ചർച്ചകൾ തുടരുന്നുവെന്നും മാനസികമായി രാജസ്ഥാനെ ഉപേക്ഷിക്കാൻ സഞ്ജു തയ്യാറെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എൽദോ പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. എൽദോ, സഞ്ജു രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലേക്കെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? കുറച്ചുകൂടി സഞ്ജുവിന് താല്പര്യം ചെന്നൈ ആണ് എന്ന് മനസ്സിലാകുന്നു. ഇനിയും അതിനുള്ള ലേലമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായാൽ മതി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മെഗാലേലം അടുത്തെത്തി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ചർച്ചകൾ നടക്കുന്നത് സഞ്ജു സാംസൺ ഇനി എങ്ങോട്ടാണ് എന്നുള്ളത് സംബന്ധിച്ചാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഇത് പ്രധാനമാകുന്നത്. നേരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു സാംസനെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു പേര് കൂടി പ്രധാനമായും ഉയർന്നു വരുന്നത് അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെതാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയായിരുന്നു. കൊൽക്കത്ത മാനേജ്മെന്റിന്റെ ഒരു ആഗ്രഹമനുസരിച്ച് യുവ ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ടീമിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് രാജസ്ഥാൻ വിടാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളുള്ള സഞ്ജു സാംസനെ പൊക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ വലിയ തുക, ആ തുകയോട് എത്രത്തോളം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സംശയിക്കേണ്ടത്. 18 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ തവണ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസനെ നിലനിർത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും മുടക്കണമെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മറ്റ് ചില കാര്യങ്ങൾ കൂടി നടത്തേണ്ടി വരും. അവരുടെ ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ആരെയെങ്കിലും വിൽക്കുകയോ ട്രേഡ് ചെയ്യുകയോ വേണ്ടിവരും. അതാണ് നിലവിലത്തെ സാഹചര്യം. ഇനി ഇതിനിടയിൽ ചെന്നൈയിലേക്കുള്ള യാത്രയും സജീവമായി പരിഗണനയിലുണ്ട് എന്നുള്ള മട്ടിലാണ് സഞ്ജുവിന്റെ ആരാധകരും ഒക്കെ പറയുന്നത്. പക്ഷേ അപ്പോഴും അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സ് വിടുന്നു. മാത്രമല്ല ഡെവൻ കോൺവേ പോലുള്ള താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സഞ്ജുവിനെ ഉൾക്കൊള്ളിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ചെന്നൈ സൂപ്പർ കിങ്സിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ ആഗ്രഹിക്കുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനമോ തീരുമാനമോ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും സഞ്ജു സാംസന്റെ വരവ് ആ ടീമിന് ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. സ്വാഭാവികമായും സഞ്ജു ഒരു ദക്ഷിണേന്ത്യൻ ടീം എന്നുള്ള നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആഗ്രഹിക്കുമോ എന്നുള്ളത് പ്രതീക്ഷ വെക്കാം. മാത്രമല്ല സഞ്ജുവിന് ഒരുപാട് ആരാധകർ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്ത് ഉണ്ടാവാറുമുണ്ട്. ഇതിനിടയിലാണ് അശ്വിന്റെ ഒരു വീഡിയോ അഭിമുഖം സഞ്ജുവുമായിട്ടുണ്ടായിരുന്നത്. അതിൽ അശ്വിൻ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ കേരളത്തിൽ തന്നെ തുടർന്നോളാം, സഞ്ജു നേരെ ഞാൻ ഒഴിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോയിക്കോളൂ എന്നുള്ളതായിരുന്നു അശ്വിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു മറുപടി. അതിൽ സഞ്ജു ചിരിക്കുക മാത്രമാണ് ചെയ്തത്, മറ്റു പ്രതികരണം നടത്തുകയും ചെയ്തില്ല. അങ്ങനെ ഈ ഊഹാപോഹങ്ങളിലും അഭ്യൂഹങ്ങളിലും സഞ്ജുവിന്റെ പേര് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് രാജസ്ഥാൻ റോയൽസ് വിടുന്ന സഞ്ജു ഒന്നുകിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അല്ലെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക്. രഞ്ജിത്ത്, സഞ്ജു എന്നത്